ഏത് സ്ഥലത്തിറങ്ങിയാലും സ്ത്രീകളുടെ ആധിക്യമാണ് കാണുന്നത്. ഒരു ബസ്സിൽ കയറിയാലും അവിടെ സ്ത്രീകൾ ധാരാളമുണ്ട്. ഒരു ഷോപ്പിങ്ങിന് പോയാലും അവിടെയുമുണ്ട് സ്ത്രീകൾ. ഒരു സിയാറത്ത് കേന്ദ്രത്തിൽ പോയാൽ അവിടെയുമുണ്ട് സ്ത്രീകൾ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെയും സ്ത്രീകളാണ് കൂടുതൽ. ഇങ്ങനെ സ്ത്രീകൾ ധാരാളം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അന്ത്യനാട് സംഭവിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ തഖൂമു സ്സഅതു ഹത്താ യകൂന ഫിൽ 50 ഇംറഅതൻ, 50 പെണ്ണുങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരൻ, അർറജുലുൽ വാഹിദ്, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ 50ഓളം സ്ത്രീകൾ അവനെ വലയം ചെയ്യും. എന്നെ നിക്കാഹ് ചെയ്യൂ, എന്നെ വിവാഹം ചെയ്യൂ, എന്നെ ഒന്ന് ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞിട്ട് 50ഓളം സ്ത്രീകൾ ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ കൂടും. അത്രത്തോളം സ്ത്രീകൾ വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ 50ഓളം സ്ത്രീകൾ ഉണ്ടാകുന്ന സാഹചര്യം എത്രത്തോളം ഭയാനകമാണത്. ഇപ്പൊ ഒരു ഭാര്യനെ കൊണ്ട് പോലും ജീവിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യമാണ് ഒരു പുരുഷനുള്ളത്. ആ സ്ഥാനത്ത് ഒരു പുരുഷന്റെ പിന്നാലെ 50ഓളം സ്ത്രീകൾ. ഈ വിഷയം മദ്രസയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ബേക്ക് വെച്ച് ഒരു പയ്യൻ പറയുകയാണ്, ജീവിക്കണമെങ്കിൽ ഉസ്താദെ ആ കാലഘട്ടത്തിലൊക്കെ ജീവിക്കണം, 50 സ്ത്രീകളെ കിട്ടും, 50 സ്ത്രീകളോടൊപ്പം ഒരു പുരുഷൻ ജീവിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണം എന്ന് ഒരു കമന്റായിട്ട് ഒരു ചെറിയൊരു പയ്യൻ പറയുകയുണ്ടായി. ഇതൊക്കെ ഭയാനകമാണ്. ഒന്നിനെ തന്നെ കൊണ്ടുപോകുന്നത് വല്ലാത്ത പ്രതിസന്ധിയാണല്ലോ.